നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സർ. വി.ഡി. സതീശൻ്റെ നെഞ്ച് നമുക്കൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, എന്ത് വന്നാലും എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോണം. പക്ഷേ അതിലൊരു സത്യമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു രീതിയിൽ ഇത്തരത്തിലൊരു വിവാദങ്ങളിലേക്ക് നയിച്ചത് വി.ഡി. സതീശനാണെന്ന് പറയുന്നു. മറുഭാഗത്ത് രാഹുലിനെ ഇതിൽ നിന്നൊക്കെ മാറ്റി കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഷ്ടപ്പെടുന്നതും വി.ഡി. സതീശൻ. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ പ്രതിരോധിക്കുന്നതും ഇത്തരത്തിൽ ചേർത്ത് നിർത്തുന്നതുമൊക്കെ ഒരേ തരത്തിൽ. അതായത് ഒരാളുടെ കാര്യത്തിൽ തന്നെ രണ്ട് കാര്യങ്ങളിലും വിമർശനങ്ങൾ. അയാളെ ചേർത്ത് പിടിക്കുന്നു എന്ന കാര്യത്തിൽ വിമർശനം, അയാളെ പിന്തള്ളി എന്നുള്ള കാര്യത്തിൽ വിമർശനം നേടുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഇദ്ദേഹമായിരിക്കും. പിന്നെ കെ.ജെ. ഷൈൻ്റെ വിഷയം വന്നപ്പോഴും ഇത്തരത്തിൽ വി.ഡി. സതീശൻ്റെ നേരേക്കായിരുന്നു ഒരു ആക്രമണം. ശരിക്കും അദ്ദേഹം പറഞ്ഞതിലൊരു ന്യായമില്ലേ? രസകരമാണ് സതീശന്റെ നെഞ്ചിന്റെ കഥ. കാരണം രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണം ഉയർന്നപ്പോൾ രാഹുലിനെ സംരക്ഷിക്കാൻ വി.ഡി. സതീശൻ ശ്രമിക്കുന്നുവെന്ന് ഇടത് സൈബർ ഹാൻഡിലുകൾ വലിയ പ്രചരണം നടത്തി. പിന്നീട് രാഹുലിനെ തള്ളിപ്പറഞ്ഞ സതീശനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തള്ളിപ്പറയുന്ന ഒരു വിരോധ കാഴ്ച. പിന്നീട് ഭരണപക്ഷം സതീശനെതിരെ ഒന്നും ഉരിയാടിയില്ല. അപ്പോൾ ഒരു വശത്ത് പ്രതിരോധിക്കുന്നു, മറുവശത്ത് ആക്രമിക്കുന്നു. അങ്ങനെ സതീശന്റെ ഒരു വിവിധ ഭാവം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടു. ഇവിടെ കെ.ജെ. ഷൈൻ എന്ന വനിതാ നേതാവിനെതിരെ ചില കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ നമുക്ക് ആരോപണങ്ങളെന്ന് ഇവിടെ പറഞ്ഞുകൂടാ. കാരണം ചില കഥകൾ പ്രചരിക്കപ്പെട്ടപ്പോൾ ആദ്യം ആ കഥകളിൽ കേട്ട ഒരു പേര് കോൺഗ്രസിന്റെ പറവൂരിലുള്ള ഒരു ഉന്നത നേതാവ്. അപ്പോൾ വൈപ്പിൻ എം.എൽ.എക്കെതിരെ ഉയർന്നു വന്ന ഇത്തരം കഥകളിലെ ഒരു വില്ലൻ കഥാപാത്രമായി കോൺഗ്രസ്സുകാർ തന്നെ പ്രചരിപ്പിച്ചൊരു പേര് സതീശൻ്റെതാണ്. ഈ കഥ നടക്കുന്ന ഈ ദുരനുഭവത്തെ തുടർന്ന് എം.എൽ.എയെ സംരക്ഷിച്ചെടുക്കാനുള്ള പൂർണ്ണ ചുമതല ഏറ്റെടുത്ത് ഒരു CPM എം.എൽ.എയെ സഹായിച്ച് രക്ഷിച്ചത് വി.ഡി. സതീശനാണ് എന്ന ആരോപണം. കാരണം എം.എൽ.എക്കെതിരെ അപവാദ പ്രചരണങ്ങൾ വേണ്ട, മറ്റ് സമരപരിപാടികളോ ഇതിന് വലിയ പ്രാധാന്യമോ കൊടുക്കേണ്ട എന്ന് സതീശൻ നിഷ്കർഷിച്ചുവെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ തന്നെ ആരോപിക്കുന്നത്. പക്ഷെ ഇപ്പോഴിതാ ഈ കഥകളിൽ അപവാദ പ്രചരണത്തിൽ ഇരയാക്കപ്പെട്ട നമ്മുടെ പരവൂരിലെ ആ CPM വനിതാ നേതാവ് കെ.ജെ. ഷൈൻ പറയുന്നു, വി.ഡി. സതീശൻ ക്യാമ്പ് അറിയാതെ ഇത്തരം കഥകൾ അവിടെ പ്രചരിപ്പിക്കപ്പെടില്ല എന്ന്. അപ്പോൾ രണ്ട് വശത്തു നിന്നും സതീശനെ ആക്രമിക്കുന്നു. ഒരു വശത്ത് കോൺഗ്രസ്സുകാർ ഇടതുപക്ഷ എം.എൽ.എയെ രക്ഷിച്ചത് സതീശനാണെന്ന് പറയുന്നു. മറുവശത്ത് CPMകാർ അല്ലെങ്കിൽ ഇത്തരം കഥകളിൽ അപവാദ പ്രചരണത്തിന് ഇരയാക്കപ്പെട്ട കെ.ജെ. ഷൈൻ പറയുന്നു ഇതിന് പിന്നിൽ വി.ഡി. സതീശനാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ പൊട്ടിത്തെറിച്ച് സതീശൻ പറഞ്ഞത്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ എല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. അത് ഒരുപാട് അർത്ഥമുണ്ട് സതീശൻ അങ്ങനെ പറയുമ്പോൾ. നമുക്ക് പലപ്പോഴും നമ്മൾ സതീശനെ വിമർശിക്കുമ്പോഴും സതീശന്റെ നെഞ്ച് ഒരു വല്ലാത്ത പ്രഹേളികയായി ഇപ്പോൾ ഒരു വശത്ത് തുടരുന്നു. മറുവശത്ത് കോൺഗ്രസ് ഈ പ്രശ്നത്തിൽ സ്വീകരിച്ച ഒരു മാതൃകാപരമായ ഒരു സമീപനം, അതിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച തുടങ്ങാം. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണ കൊടുങ്കാറ്റ് ഉയർന്നപ്പോൾ ഊരും പേരുമൊന്നുമില്ലാത്ത ചില ശബ്ദരേഖകളും ആക്രോശങ്ങളും ഒക്കെ ഉയർന്ന് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് മുൻപേ കാളക്കൂറ്റനും പൂവങ്കോഴിയുമായി വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ഇടതുപക്ഷ പ്രവർത്തകരെ നമ്മൾ കണ്ടു, CPM പ്രവർത്തകരെ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഇന്നലെ സതീശൻ പറഞ്ഞത്, ഏത് സംഭവങ്ങളുണ്ടായാലും എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ, എൻ്റെ വീട്ടിലേക്ക് കാളക്കൂറ്റിനും പൂവങ്കോഴിയുമായി വന്നു എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ കോൺഗ്രസ്സുകാർ തികഞ്ഞ മാന്യത പുലർത്തി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു, കഴിഞ്ഞ 14 ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ ഈ കഥ ഉയർന്നു കേൾക്കുന്നുവെന്ന്. പക്ഷേ നമ്മുടെ KM ഷാജഹാൻ ഇത്തരമൊരു കഥ അവതരിപ്പിച്ചത് 3 ദിവസങ്ങൾക്ക് മുൻപാണ്. ഇപ്പോൾ ഷാജഹാനെതിരെയാണ് ആരോപണം അത്രയും. എന്നാൽ അതിനു മുൻപ് തന്നെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പലരും, എറണാകുളം വൈപ്പിൻ മേഖലയിലുള്ള പലരും ഈ കഥകൾ വാമൊഴിയായി പറഞ്ഞ് ആ നാട്ടിൽ പരന്നിരുന്നു. അതിൻ്റെയൊക്കെ കൂടുതൽ സൂചനകൾ നമുക്ക് ഇന്നലെ കിട്ടി. KM ഷാജഹാൻ ഇത്തരമൊരു കഥ അവതരിപ്പിക്കുമ്പോൾ ഷാജഹാൻ ഒരു വനിതാ നേതാവിൻ്റെ പേര് പറയുന്നില്ല. എറണാകുളത്തെ CPM MLA-മാർ എന്ന് പറയുമ്പോൾ അതിലൊരു മന്ത്രി പോയിട്ട് 4 MLA-മാർ ആരുടെയാണ് എന്ന പേര് പറയുന്നില്ല. വളരെ വിദൂരമായ ഒരു ദൂരക്കാഴ്ച മാത്രമാണ് ഷാജഹാൻ ഈ കഥയ്ക്ക് നൽകിയത്. അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ഒരു കഥ ഷാജഹാന്റെ പതിവ് ശൈലിയിൽ അവതരിപ്പിച്ചപ്പോൾ അതൊരു ആധികാരികമായി തോന്നിപ്പോയി. കാരണം KM ഷാജഹാന്റെ ഒരു പ്രയോഗ രീതിയുണ്ട്. ആ പ്രയോഗ രീതിയിൽ ആ കഥ കേട്ടപ്പോൾ അതിന് ആധികാരികത വന്നു. KM ഷാജഹാൻ തൊടുത്തുവിട്ട ഈ കഥ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇടതുപക്ഷം ആരോപിക്കുന്നുവെങ്കിലും അതിനു മുൻപ് തന്നെ പലരും ഫേസ്ബുക്കിലൊക്കെ ഈ കുറിപ്പ് പ്രചരിച്ചിരുന്നു. ഒരു പത്രം കൂടി ഇത് പബ്ലിഷ് ചെയ്തു. പക്ഷെ അവിടെയും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം, ഈ പത്രത്തിലും
ഒരു വനിതാ നേതാവിൻ്റെ പേര് പറയുന്നില്ല. നേരത്തെ പ്രചരിച്ച കഥകളിലൊന്നും ഒരു വനിതാ നേതാവിൻ്റെ പേര് പറയുന്നില്ല. പക്ഷെ പൊടുന്നനെ ഇത് നിഷേധിച്ചുകൊണ്ട് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും KJ ഷൈനും രംഗത്തെത്തി. ഈ രണ്ടു പേരും ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു കഥയാണെന്നും ഇതൊരു അപവാദ പ്രചരണമാണെന്നും തങ്ങളെ ഇത് അപകീർത്തിപ്പെടുത്തിയെന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. കൃത്യമായ പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രി, DGP, നിയമ സംവിധാനങ്ങൾക്കെല്ലാം കൈമാറി. ഇവിടെയാണ് പ്രസക്തമായ ഒരു ചോദ്യം. KM ഷാജഹാനെതിരെ എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ പരാതി? കാരണം ആ പരാതിയിൽ പറയുന്നത് 67A വകുപ്പാണ്. വളരെ അശ്ലീല ചിത്ര പ്രദർശനം ഉൾപ്പെടെ ഒരു സ്ത്രീയെ ഏറ്റവും മോശമായി അപമാനിക്കുന്ന തലത്തിലുള്ള ഒരു പരാതിയാണ് KM ഷാജഹാനെതിരെ കൊടുത്തിരിക്കുന്നത്. മറ്റു വകുപ്പുകളും, സ്റ്റോക്കിംഗ്, ഈ വകുപ്പുകളൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഗൂഢാലോചന, ഈ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത്തരം വകുപ്പുകൾ ഈ ആദ്യ പരാതിയിൽ നിലനിൽക്കുമോ എന്നുള്ളൊരു സംശയം. ആ സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ എറണാകുളത്തെ 4 MLA മാർ സംയുക്തമായ ഒരു പരാതി ഇന്ന് DGPക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ കൈമാറിയത്. ആദ്യം PV ശ്രീനിധരൻ MLA ഒരു പരാതി നൽകിയിരുന്നു. പക്ഷെ ആ പരാതി നിലനിൽക്കില്ല. എറണാകുളത്തെ CPM MLA മാരിൽ ഒരാൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4 പേരും ഉൾപ്പെടെയുള്ള ഒരു പരാതിക്ക് മാത്രമേ എന്തെങ്കിലും നിയമസാധുത പോലുമുള്ളൂ. അതിലപ്പുറം ആരെയും ചൂണ്ടിക്കാട്ടുന്നില്ല, ആരിലേക്കും വിരൽ ചൂണ്ടുന്നില്ല. വളരെ ജനറലൈസ് ആയ ഒരു കഥ KM ഷാജഹാൻ പ്രചരിപ്പിക്കുന്നു. KM ഷാജഹാൻ പറഞ്ഞ് ഈ കഥയെ നമുക്ക് അനുകൂലിക്കുക വയ്യ. കാരണം ഇത്തരം ഊരും പേരുമില്ലാത്ത കഥകൾ ഒരിക്കലും പ്രചരിക്കപ്പെടരുത്. അതിനെ സമൂഹം തിരസ്കരിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഇവിടെ നിയമപരമായ ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ KM ഷാജഹാനെതിരെ കേസ് എത്രമാത്രം നിലനിൽക്കും, അതിനുള്ള സാധ്യതയില്ല. പക്ഷെ ഇടതുപക്ഷത്തിന് ഇത് ഷാജഹാനെ വീഴ്ത്താൻ കിട്ടിയ ഒരു അവസരം. അവർ അത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. ഇവിടെ ആത്മപരിശോധന നടത്തേണ്ടത് ആരാണ്? ഇടതുപക്ഷമാണ്. ഇതുവരെ ഒളിക്യാമറകളുമായി നടന്ന, ചാനൽ ക്യാമറകളുമായി നടന്ന് മറ്റുള്ളവരുടെ കിടപ്പറ കഥകൾ തേടി ഇക്കിളിപ്പെടുത്തുന്ന പൈങ്കിളി കഥകൾക്ക് പിന്നാലെ നടന്ന ഈ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ ഒരു പുനർവിചിന്തനം നടത്തണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഊരും പേരുമില്ലാത്ത ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അത് ആഘോഷിച്ചവർ ഇവിടെ ചില തിരുത്തലുകൾക്ക് തയ്യാറാകണം. കാരണം ഇത്തരം അപവാദ പ്രചരണങ്ങളല്ല രാഷ്ട്രീയം. ഈ അപവാദ പ്രചരണങ്ങൾക്കപ്പുറം ഗൗരവത്തോടെ രാഷ്ട്രീയത്തെ നോക്കിക്കാണണമെന്നൊരു സന്ദേശം ഇപ്പോൾ പൊതുവെ കേരളത്തിൽ ജനങ്ങൾ സംസാരിച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ ശൂന്യതയിൽ ലയിച്ചു പോയത്? പരാതിക്കാരില്ല, മൊഴികളില്ല എന്ന വസ്തുത അവിടെ നിൽക്കട്ടെ. ആരോപണങ്ങൾ പോലും എന്തുകൊണ്ട് ജനം പുച്ഛിച്ചു തള്ളി? കാരണം ജനത്തിന് ഇതൊന്നുമല്ല. ഇത്തരം അപവാദ കഥകളൊക്കെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു മിടുക്കനായ രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അയാളെ വീഴിക്കാൻ ഇത്തരം കഥകൾ പ്രയോഗിച്ചാൽ മതി. ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ എല്ലാ കാലത്തും ഇത്തരം ഒളിക്കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, ഇത്തരം ഒളി സേവകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരം കഥകൾക്ക് കേരള ജനത യാതൊരുവിധ പ്രാധാന്യവും നൽകുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രസക്തമായ കാര്യം. മറ്റൊന്ന്, എന്തുകൊണ്ട് KJ ഷൈൻ രംഗത്തെത്തി? എന്തുകൊണ്ട് ആ വനിതാ നേതാവിനെതിരെയുള്ള പ്രചരണം ഊരും പേരുമില്ലാത്തൊരു പ്രചരണമാണ്? ആ പ്രചരണത്തിൽ KJ ഷൈൻ എന്തുകൊണ്ട് രംഗത്തെത്തി പരാതി നൽകി? ഇവിടെ KN ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ട് നേർക്കുനേർ വെല്ലുവിളിച്ചു? ഇത്തരം ചോദ്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ മറ്റൊരു വസ്തുത കൂടി നമ്മൾ തിരയണം. അപ്പോൾ ഇവരെ രണ്ടുപേരെ ഉന്നം വെച്ച് ഇതേ അപവാദ കഥകൾ കഴിഞ്ഞ കുറെ കാലമായി അവിടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതിന്റെ തുടർച്ചയായി പേരൊന്നും പറയാതെ മറ്റൊരു കഥ പരാമർശിച്ച് KM ഷാജഹാൻ പോകുമ്പോൾ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ ആ കഥ എങ്ങനെയോ അവിടെ അന്തരീക്ഷത്തിലുണ്ട്. അവിടെ തിരയേണ്ടത് എന്താണ്? ഇന്നലെ VD സതീശൻ പറഞ്ഞ ഒരു പ്രസക്തമായ കാര്യമുണ്ട്. ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു? സതീശൻ ഉന്നം വെക്കുന്നത് ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളെയാണ്, ഇടതുപക്ഷ കേന്ദ്രങ്ങളെയാണ്. CPM-ന്റെ ഗ്രൂപ്പ് പോരിൽ പുറത്തേക്ക് മലീമസപ്പെട്ട ഒരു കഥ വരുന്നു. ആ കഥ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ഏറ്റെടുത്ത് കാണും എന്നും സതീശൻ സമ്മതിക്കുന്നുണ്ട്. ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ഒരു കഥ ഒരുപക്ഷെ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ഏറ്റെടുത്ത് കാണും. അതിന് സതീശനൊരു ന്യായീകരണമുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ കോൺഗ്രസിനെതിരെ നടത്തുന്ന ഏറ്റവും വൃത്തികെട്ട നീചമായ അപവാദ പ്രചരണം, അതിൽ മനസ്സുവേദനിച്ച ചിലർ ഇത്തരം കഥകൾ പ്രചരിപ്പിച്ചേക്കാം, ഇത്തരം കഥകൾ ഷെയർ ചെയ്തേക്കാം. ഇവിടെയൊക്കെ ആത്യന്തികമായി നിലനിൽക്കുന്ന ഒരു മുഖ്യ പ്രശ്നമുണ്ട്. ഇത് ഷാജഹാൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് CPM രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ കഥ എവിടെ നിന്ന് ഉത്ഭവിച്ചു? എന്താണ് ഈ കഥയ്ക്ക് ആധാരമായ കാരണം? എന്തുകൊണ്ടാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരമൊരു കഥ പൊട്ടി പുറത്തേക്ക് വന്നത്? ഈ ഒരു പ്രസക്തമായ വസ്തുത കേരളം ചർച്ച ചെയ്തേ തീരൂ. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരം കഥകൾ ആവർത്തിക്കപ്പെടും, ഇനിയും ഇത്തരം സൈബർ ആക്രമണങ്ങൾ തുടരും, ഇനിയും
ഏതെങ്കിലും ആശയപ്രചരണം നടത്താൻ ശ്രമിക്കുന്നവരെ വെട്ടിവീഴ്ത്താനുള്ള രാഷ്ട്രീയപരമായ നീക്കങ്ങൾ തുടരും, ഭരണകൂട നീക്കങ്ങൾ തുടരും. അതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കഥ? ഇതിന് ഉത്തരം പറയാൻ രണ്ടു പേർക്ക് കഴിയും. KJ ഷൈൻ എന്ന CPM നേതാവിന് കഴിയും, വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണന് കഴിയും. കാരണം തങ്ങളിലേക്കാണ് ഈ കഥ നീണ്ടുവരുന്നത് എന്ന് അവർ എങ്ങനെ തിരിച്ചറിഞ്ഞു? അതിൻ്റെ ഒറിജിനൽ കഥയുടെ ഒരു ഉത്ഭവം അവർക്കറിയാം. അപ്പൊ അതിലേക്ക് തിരിയണം. അതറിയില്ലായിരുന്നെങ്കിൽ അവർക്ക് ഇത് എങ്ങനെ പിടികിട്ടും? കാരണം MLA-മാർ 4 പേരുണ്ട്. ഈ 4 പേരും ചേർന്ന് സംയുക്തമായി കൊടുക്കുന്ന ഒരു പരാതി നമുക്ക് അംഗീകരിക്കാം. കാരണം ഈ 4 പേരിൽ ആർക്ക് വേണമെങ്കിലും അതിന്റെ ഒരു ക്ഷീണം വരാം. പക്ഷെ ഇത്തരം കഥകൾ നിരന്തരം നമ്മുടെ കൈരളി TVയും ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളും ഒക്കെ പ്രചരിപ്പിക്കുന്നതാണ് കോൺഗ്രസ് MLA-മാർക്കെതിരെ. എത്ര കഥകൾ. പണ്ട് നമ്മൾ തൃശ്ശൂർ രാമനിലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു കഥ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് ഉന്നം വെച്ചാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രാകൃതമായ വേട്ടകൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. മഞ്ചേരിയിൽ വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉടുതുണി പറിക്കുന്ന ഒരു കാഴ്ച. പിന്നീട് സ്വന്തം പാർട്ടി നേതാവ് ഗോപി കോട്ടമറിക്കൽ, എറണാകുളം CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമറിക്കലിന്റെ കിടക്കിയുടെ താഴെ ഒളിക്യാമറ കൊണ്ടുപോയി അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കാഴ്ച. ശോഭന ജോർജ് അന്ന് UDF-ലായിരുന്നപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ട അശ്ലീല കഥകൾ. അങ്ങനെ എത്ര കഥകൾ. ഉമ്മൻചാണ്ടിക്കെതിരെ നിരന്തരം ഒരു കാലഘട്ടം മുഴുവൻ ചാനലുകളും ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളും നടത്തിയ ഏറ്റവും നീചമായ ആക്രമണം. നമുക്ക് ഇതിനെയൊന്നും അത്ര നിസ്സാരമായി കരുതാൻ കഴിയില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ തുടരുന്ന ഈ ആക്രമണങ്ങൾ. പലപ്പോഴും CPM ഗ്രൂപ്പ് പോര് അപവാദ പ്രചരണങ്ങളിൽ ചെന്നെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ ഒരു MLA-യുമായി ബന്ധപ്പെട്ട വിവാദം അടുത്ത കാലത്ത് വളരെ മലീമസപ്പെട്ട നിലയിൽ നമ്മൾ കേട്ടു. അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പാർട്ടിക്കുമപ്പുറം പാർട്ടി സൈബർ ഹാൻഡിലുകൾ ഏറ്റെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഗ്രൂപ്പ് പോരിൻ്റെ പേരിൽ, വ്യക്തി വിദ്വേഷങ്ങളുടെ പേരിൽ പലപ്പോഴും അപവാദ കഥകൾ പ്രചരിപ്പിക്കുക, വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുക, അത്തരം ശ്രമങ്ങൾക്കാണ് ഇവിടെ തടയിടേണ്ടത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കരുതി KM ഷാജഹാൻ പ്രചരിപ്പിച്ച് ഈ കഥയ്ക്കെതിരെ ഷാജഹാന്റെ പണി ഞങ്ങൾ തീർക്കുമെന്ന ഒരു നിലപാട്, അതിലപ്പുറം KM ഷാജഹാനെ ഞങ്ങൾ പൊതുവഴിയിലിട്ട് കൈകാര്യം ചെയ്യുമെന്ന സോഷ്യൽ മീഡിയ ഭീഷണികൾ, KM ഷാജഹാന്റെ ഫോണിലേക്ക് നിലയ്ക്കാത്ത കോളുകളാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിരന്തരം ആളുകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരുന്നില്ല. പ്രശ്നം ചോദ്യം ക്ലാസ് റൂമിൽ അവശേഷിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പ്രശ്നം അപ്പോഴും അവിടെ അവശേഷിക്കും. ഇന്നലത്തേനേക്കാളും വിരുദ്ധമായിട്ടാണ് KJ ഷൈൻ ടീച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രസ്താവന ഞാൻ കേട്ടു. ഇന്നലെ കോൺഗ്രസിന് നേരെ തിരിഞ്ഞ ഷൈൻ ടീച്ചർ പക്ഷേ ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും എടുത്തു പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊടുക്കരുത് എന്നുള്ളൊരു പ്രസ്താവന. അതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരിക്കാം, MLA ആയിരിക്കാം. പക്ഷേ ഒരു പുരുഷനെയും അവർ തീർത്തു പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഇനി ആരോപണ വിധേയമാക്കരുത്, വഞ്ചിക്കപ്പെടേണ്ടുന്ന രീതിയിലാകരുത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെട്ടുകഥകളിൽ പെടുത്തരുത് എന്നുള്ളത്. ഒരു പക്ഷേ അതൊരു ബോധമല്ലേ എന്ന് പലരും കമന്റുകളിലൂടെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും KJ ഷൈൻ ടീച്ചറിൻ്റെത് ആത്മാർത്ഥതയുള്ള ഒരു പോരാട്ടമാണെങ്കിൽ അതിനൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹം നിൽക്കണം. ഇന്നലെ അവരിട്ടൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ കണ്ടു. കേരള പോലീസിന് മുഖ്യമന്ത്രിക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇത്ര പെട്ടെന്നൊരു കേസെടുക്കുകയും ഇതിന്മേൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതിന് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും കേരള പോലീസിനെയും അഭിനന്ദിക്കുന്നുവെന്നാണ് ഷൈൻ ടീച്ചർ പറഞ്ഞത്. 100% ആ ഒരു അഭിനന്ദിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ KJ ഷൈൻ എന്ന ഈ വനിതാ നേതാവിന് പിന്നിൽ ഒരു പാർട്ടിയുണ്ട്, ഒരു ഭരണകൂടമുണ്ട്, ഒരു പോലീസ് സംവിധാനമുണ്ട്, സൈബർ ഹാൻഡിലുകളുണ്ട്. അവർക്ക് അവരുടേതായ ഒരു പൊളിറ്റിക്കൽ ഓർ അവർക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത്തരം ശക്തി സംഭരിച്ച്, ഇത്തരം ശക്തി ഉപയോഗിച്ച് എതിർപക്ഷത്തിന് നേർക്ക് ആക്രമണം നടത്താൻ ഒരു KJ ഷൈൻ എന്ന വനിതാ നേതാവിനും അവർക്കൊപ്പമുള്ള പാർട്ടി ഘടകങ്ങൾക്കും സംവിധാനങ്ങൾക്കും കഴിയും. എത്രയോ നിരപരാധികളായ ആശ്രയമറ്റ യുവതികളും സ്ത്രീകളുമൊക്കെ ഇവിടെ സൈബർ അറ്റാക്കിൽ തളർന്നു വീഴുന്നു. അവരെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് ഇവർ മുന്നോട്ട് വരുന്നില്ല? ഇതിന്റെ തുടർച്ചയല്ലേ നമ്മൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ചുറ്റുവട്ടത്തുള്ള സ്ത്രീകൾക്ക് നേരെ നടന്ന ആക്രമണം? രാഹുലിന്റെ ഇരയായി എന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞ് ചില ജനപ്രതിനിധികളെ സമീപിച്ച പാർട്ടി നിലപാട്, രാഹുൽ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളമൊഴി കൊടുക്കണമെന്ന് ചിലരുടെ മേൽ സമ്മർദ്ദമുണ്ടായി എന്ന വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇടത് സുരക്ഷയിൽ ഒരു യുദ്ധമൊരുക്കുന്നതിൻ്റെ വിരുദല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലപ്പുറം ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീപക്ഷവാദമാണ്. അവിടെയാണ് കേരളം കൂടുതൽ ഉണർന്നു വരേണ്ടത്. KJ ഷൈൻ എന്ന ആ വനിതാ നേതാവിൻ്റെ ഇപ്പോഴത്തെ ഈ പോരാട്ടം, അതിനെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം അവർ വ്യക്തമായൊരു പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം ഇവിടെ നമുക്ക് അനുമാനിക്കാൻ. പക്ഷെ ഇവിടെ കാതലായ ഒരു ചോദ്യം അവശേഷിക്കുന്നു.
എന്തുകൊണ്ട് ഈ കഥ ഉത്ഭവിച്ചു, എവിടെ നിന്ന് ഈ കഥ ഉത്ഭവിച്ചു, ആ കഥയുടെ കാരണം കണ്ടെത്തി ആ കഥ ഉത്ഭവിച്ച കുടത്തിന്റെ വാ മൂടിക്കെട്ടിയില്ലെങ്കിൽ ഇനിയും ഇത്തരം കഥകൾ പുറത്തേക്ക് വരും. ഷാജഹാൻ ഇപ്പോൾ 2-3 ദിവസം മുന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കുറിപ്പിട്ടത്. പക്ഷെ കെ എം ഷാജഹാൻ മറ്റൊരു ആരോപണം ഉന്നയിച്ചു, ഇത് മൂടിക്കെട്ടി പാഴ്സൽ ചെയ്തത് കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവാണെന്ന്. അല്ല, അത് പല കമന്റുകളും അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ അദ്ദേഹം 2-3 ദിവസം അതിന് മുമ്പേ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് പോസ്റ്റ് ഇട്ടത്. അപ്പൊ അദ്ദേഹം പറയുന്നു അതിനു മുന്നേ ഇത് പ്രചരിച്ചാണ്, എനിക്ക് CPM വൃത്തങ്ങളിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഉത്ഭവമാണ് ശരിക്കും കണ്ടെത്തേണ്ടുന്നത്. കാരണം ഇതൊരു പത്രം ഉൾപ്പെടെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. CPM നേതൃത്വത്തിൽ അല്ലെ CPMന്റെ ഉറവകളിൽ നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ട ഒരു അശ്ലീലം തന്നെയാണ് എന്നുള്ളതാണ് വരുന്നത്. 100% അപ്പൊ അവിടേക്കാണ് കേസ് ചുരുളഴി. അല്ലാതെ 2 ദിവസം മുമ്പ് പോസ്റ്റ് ഇട്ട ഷാജഹാന്റെ നേരെ എന്തുമാകാം. ഇപ്പൊ സതീശൻ പറയുന്നത് എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും ഷാജഹാന്റെ നേരെ ചാടിക്കോ എന്നുള്ള ആ ഒരു ഇത് നിർത്തിക്കൊണ്ട് ഇത് എവിടെ നിന്നാണോ ഉത്ഭവം അവിടെ നിന്ന് ആ ഒരു ഉറവയാണ് കണ്ടെത്തേണ്ടുന്നത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും നമ്മൾ ഇത്തരത്തിലാണ്. ഇത് പല 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 കാര്യങ്ങളിലേക്ക് വരുന്നു. അനാവശ്യമായിട്ടും ആവശ്യമുള്ളത് ഇനി കേസ് ഏത് വന്നാലും രാഹുലിന്റെ മണ്ടയിലോട്ട് ഇട്ട് ചാർത്താം എന്നുള്ളൊരു ഇത് മാറ്റിയതിന് ശേഷം ഷൈൻ ടീച്ചർ പറഞ്ഞതുപോലെ സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശരിയായിട്ടുള്ള രീതിയാണെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാം. പക്ഷെ അല്ലാതെ ഒരാളുടെ ലൈഫിനെയും അല്ലെങ്കിൽ ഒരാളുടെ രാഷ്ട്രീയ ജീവിതത്തെയും ഒക്കെ പ്രൊഫഷനെയൊക്കെ മാറ്റി കുടുംബജീവിതത്തെയൊക്കെ തകർക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇനിയെങ്കിലും അത് സമൂഹം ഒന്ന് ഉണർന്നെണീക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാർ ഉൾപ്പെടെ. അതെ, ഇവിടെ 100% നമുക്ക് ഇത്തരം കാര്യങ്ങളോട് അനുകൂലിക്കേണ്ടി വരും. കാരണം ഇന്നലത്തെ ഒരു ദൃശ്യം ഇപ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി, അയാള് ഞാൻ ഉദ്ദേശിച്ചത് വലിയൊരു ഇത്തരം കഥകൾ പ്രചരിപ്പിച്ച വലിയൊരു ഭീകരജീവിയായിരിക്കുമെന്ന്. ഇന്നലെ ആ ദൃശ്യം കണ്ടപ്പോൾ അന്തം വിട്ടു. ഒരു സാധു മനുഷ്യൻ എനിക്കിങ്ങനെ കിട്ടി, ഞാൻ പ്രചരിപ്പിച്ച അയാൾ പറയുന്നു അയാളെ CPM പ്രവർത്തകർ ചെന്ന് വിരട്ടി ഒരു പരിവാണ്, സ്വന്തം വീട്ടിൽ കയറി വിരട്ടുവാണ്. അപ്പൊ അയാള് വളരെ സാധു, അയാൾക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് അറിയത്തില്ല. എനിക്ക് കിട്ടി, ഞാനിത് ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടി. അവിടെയാണ് CPM പ്രവർത്തകർ അന്വേഷിച്ചു പോവേണ്ടത്. അപ്പോൾ KM ഷാജഹാനും ഗോപാലകൃഷ്ണനും മുന്നിൽ ഈ സാധനം ആരോ ഫാക്ടറിയിൽ തയ്യാറാക്കി ഇത് അന്തരീക്ഷത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അവിടെ ആ സോഴ്സിലേക്ക് ചെല്ലാൻ അവർക്ക് ധൈര്യമുണ്ടോ? CPMന് ഈ വാർത്തയുടെ ഉത്ഭവം കണ്ടെത്താൻ ഉള്ള ധൈര്യമുണ്ടോ? അവർക്കതിനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇത്തരം വാർത്തകളുടെ ഒരു ഉറവിടം തന്നെ നമുക്ക് അടയ്ക്കാൻ കഴിയും. CPM തന്നെ കണ്ടെത്തണമെന്നില്ലല്ലോ. ക്രൈംബ്രാഞ്ച് പോലുള്ള പോലീസ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ പിണറായി സർക്കാരിനോടൊപ്പം ഉണ്ട്. KJ ഷൈൻ ടീച്ചറിന് അത്രയ്ക്ക് നല്ല പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിന്റെ സ്രോതസ് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. ഒന്നിന്റെ മാത്രമല്ല, പലതിന്റെയും. ഇനിയിപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് സാർ, എന്റേതായ ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ ഇപ്പൊ സാർ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞതുകൊണ്ടാണ്. ഈ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പുരുഷന്റെ മേൽ ചാർത്തപ്പെടും നീതി കിട്ടാത്ത നിരവധി സാധാരണ സ്ത്രീകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള നിരവധി സ്ത്രീകളുണ്ട്. എന്ത് ചെന്നാലും ഇപ്പം വനിതാ സെല്ലിൽ ചെന്നാലും വനിതാ കമ്മീഷനിൽ ചെന്നാലും നിരവധി പരാതികൾ കൂമ്പാരം പോലാണ് കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്നും ഈ കുടുംബ വഴക്കിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ പുരുഷന്മാരെ അനാവശ്യമായിട്ടുള്ള വലിച്ചിഴയ്ക്കുമ്പോൾ അതിലെ പകുതി മുക്കാൽ കേസുകളും വ്യാജമാണെന്ന് തെളിയിക്കപ്പെടുമ്പോഴേക്കും ഒരു മനുഷ്യൻ്റെ ആയുസിൻ്റെ പകുതിയും പോവുകയാണ്. കാരണം എരിഞ്ഞെരിഞ്ഞ് സ്വന്തം മകളെ വെച്ച് അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ പോലെ കാണുന്നവരെയൊക്കെ വെച്ച് സ്വന്തം ഭാര്യയും ഒക്കെ മറ്റുള്ള അയൽവാസികളും ഒക്കെ ഇത്തരത്തിൽ പല കേസുകൾ വരുമ്പോൾ ഒരു പുരുഷനുമുണ്ട്, അവനുമുണ്ട് വികാരമല്ല, അവനുമുണ്ട് ഒരു മനസ്സ് എന്നുള്ളത് മനുഷ്യൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ പുരുഷനും ഒരു പ്രാതിനിധ്യം ആവശ്യമാണ് എന്നുള്ളതും കൂടി ഞാൻ ഈ കാര്യത്തിൽ ഇതിനിടയിൽ ഒന്ന് സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് പരിപൂർണമായി അതിനോട് യോജിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇന്ന് ഇതിനെ വളരെ മൗലികമായി നേരിടുന്നതിന് പകരം ഇടതുപക്ഷം ഇപ്പോൾ KJ ഷൈൻ ഉണ്ണികൃഷ്ണൻ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് അത് നമ്മെ അത്ഭുതപ്പെടുത്തും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തുമ്പോൾ രാഹുലിനെ അവിടെ ഇട്ട് തടയും, ഒരു കാരണവശാലും മണ്ഡലത്തിൽ കയറ്റില്ല എന്നൊക്കെ ഇന്നലെ വൈകിട്ട് വരെ തുടർച്ചയായി പ്രസ്താവനകൾ നടത്തിയ ഒരു പാർട്ടിയാണ് CPM. ഇന്നിപ്പോൾ ഇതാ MP ഗോവിന്ദൻ വളരെ മാന്യമായ ഒരു സമീപനം പ്രസ്താവനയിലൂടെ കേരളത്തിന് മുൻപാകെ അവതരിപ്പിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് എത്തിയാൽ ഞങ്ങൾ തടയില്ല, ഞങ്ങൾ പ്രതിഷേധ സമരത്തിൽ. ഒന്നുകൂടി എടുത്തു പറയാം, ആരാണത് പ്രസ്താവന നടത്തിയത്? MP ഗോവിന്ദൻ. ഒന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ശക്തമായ ഒരു നിലപാടിൽ വന്ന ഒരു മാറ്റം നമുക്കിവിടെ പ്രകടമാണ്. ഇത് ഒരു തിരിച്ചറിവിലൂടെയാണ് എങ്കിൽ നമ്മൾ CPMനെ പൂർണ്ണമായി അംഗീകരിക്കണം, അഭിനന്ദിക്കണം. മറിച്ച് ഇനി എറണാകുളത്തെ ഈ അപവാദ കഥയുടെ പേരിൽ ഭയപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ അതിനെ ഇവിടെ ചേർത്ത് വായിക്കണം. കാരണം
ഇത്തരം കഥകൾ കൊണ്ട് തിരിച്ചടിച്ചാൽ ഭയപ്പെടുന്നതാണോ CPM പാർട്ടി? അഥവാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ വരെ സ്വീകരിച്ചിരുന്ന നിലപാട് ഒരു ആത്മാഭിമാനം പണയപ്പെടുത്തിയാണോ, അഥവാ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ സത്യസന്ധതയില്ലാത്ത ഒരു നിലപാടായിരുന്നു രാഹുലിനെതിരെ സ്വീകരിച്ചത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് പെട്ടെന്ന് നിരീക്ഷിക്കാൻ കഴിയും. അവരുടെ സംശയമണ്ഡലത്തിലേക്ക് ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പാർക്കായിട്ട്. ഏതായാലും ഇതിന്റെ കൃത്യമായ വിവരം നമുക്കറിയില്ല. ഈ വൈപ്പിൻമൂടുള്ള ജനങ്ങൾക്കറിയാലോ, അയൽവാസികൾക്കറിയാലോ. അല്ല, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നു. അതൊന്നും ഒരു കേരളത്തിലെ സാധാരണ ജനങ്ങൾ തിരയേണ്ട കാര്യമല്ല. ഇവിടെ പരാതി ഇല്ലാത്തിടത്തോളം കാലം ഒരാളുടെയും വ്യക്തി ജീവിതത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, ഒരു വീടിന്റെ ഉള്ളറകളിലേക്ക് ഒളിഞ്ഞു നോക്കാൻ നമുക്ക് അവകാശമില്ല. ഈ ഒരു ബോധം CPM-നും കോൺഗ്രസിനും BJP-ക്കും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ലത്, നമ്മൾ അംഗീകരിക്കേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം അപവാദ കഥകളുടെ ചുരുളിലേക്കോ അപവാദ കഥകളുടെ സത്യസന്ധമായ അവലോകനത്തിലേക്കോ ഒന്നും കടക്കാൻ നമ്മൾ ആരും ശ്രമിക്കേണ്ടതില്ല. കാരണം ഇതിലൊന്നും പരാതിയില്ല. ഇത് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് നമുക്ക് പരാതി ഉള്ളത് തന്നെ എങ്ങനെ അന്വേഷിക്കണമെന്ന അവസ്ഥയിലാണ്. കാരണം പരാതിക്കാരി തന്നെ കൊടുത്തു, തെളിവുകൾ കൊടുത്തിട്ടും ഇത് ഒരു നിയമസാധ്യതയും ഇല്ലെന്ന് പോലും ക്രൈംബ്രാഞ്ചിന് മനസ്സിലാക്കി ഇങ്ങനെ വെച്ച് പൂട്ടി വെച്ചേക്കാണ്. പുതിയ ആൾക്കാരെ തേടി നടക്കുന്ന രാഹുൽ വിഷയത്തിലും ഇപ്പോൾ KJ ഷൈൻ ടീച്ചറിന്റെ വിഷയത്തിലുമൊക്കെ ഒരു പക്ഷേ ഇനി ഈ ഒരു അവിഹിത കഥകളൊക്കെ മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്ന കാലം അടുത്തിരിക്കുന്നു അല്ലേ? പണ്ടൊക്കെ അവിഹിത കഥകളുടെ പുറകെ പോയിരുന്നു. പക്ഷെ ഇപ്പോഴും ആ രീതിയിൽ തന്നെ രാഷ്ട്രീയ കളികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയൊക്കെ ഭയങ്കര എന്താ പറയാ, നമ്മുടെ രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയൊക്കെ വെറും ലജ്ജിപ്പിക്കുന്ന തരത്തിലായി മാറരുത്. അപവാദ കഥകളുടെ പ്രചരണം തങ്ങൾക്ക് നേരെയും വന്ന് തിരിച്ചു കുത്തും എന്നുള്ളൊരു ബോധവും കൂടെ വന്നിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലാണിത് ഒരു വശത്ത്. രണ്ട്, രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. എന്നാൽ പുതിയ കഥ ക്രൈംബ്രാഞ്ചിന് എന്തുകൊണ്ട് ഏൽപ്പിക്കുന്നില്ല? ഇത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എറിയുന്ന ഒരു ചോദ്യമാണ്, ഒരു ഇരട്ട നീതിയുടെ ചോദ്യം. അതും ഇവിടെ ഉയർന്നു വരുന്നു. ഈ അപവാദ കഥകളുടെ പ്രചരണം അത്യാവശ്യമായി ഭരണകൂടം ഇടപെട്ട ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും അത് തടയിടുക, അവസാനിപ്പിക്കുക. പാവം പിടിച്ച ഷാജഹാനെ, പാവം പിടിച്ചെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഷാജഹാൻ നല്ല ഉഗ്ര പോരാളിയാണ്. ആരെയും വെറുതെ ആരാണ് ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് എത്രയോ പേരെടുത്ത് ഷെയർ ചെയ്യും. നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളത് കാണുമ്പോൾ വ്യഗ്രതപ്പെട്ട് ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിലും സാറാണെങ്കിലും ഷാജഹാന്റെ ഒരു ശത്രുവിനെ കിട്ടിയ ഷാജഹാന്റെ ശൈലി, ആ ശൈലി KM ഷാജഹാന്റെ ശൈലിയാണ്. അതിനെ നമുക്ക് അനുകൂലിക്കാം, പ്രതികൂലിക്കാം. ചില സമയത്ത് അനുകൂലിക്കേണ്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എപ്പോഴും ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു കരുത്ത് ഷാജഹാനിൽ നമ്മൾ കാണാറുണ്ട്. അത് മേലുകീഴ് നോട്ടമില്ല. അതുകൊണ്ട് തന്നെ വല്ലാതെ സമൂഹ മാധ്യമ ഇടങ്ങളിൽ അദ്ദേഹം വിമർശിക്കപ്പെടുന്നുമുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ ശൈലി അദ്ദേഹം മാറ്റില്ല. എന്തായാലും ഈ പ്രശ്നത്തിൽ KM ഷാജഹാൻ എന്ന ഒറ്റ വ്യക്തിയിൽ ഈ കേസ് ഒതുങ്ങി നിൽക്കില്ല. അതിലപ്പുറത്ത് വലിയ വമ്പൻ സോഴ്സുകളുണ്ട്. ഈ കഥ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നതൊക്കെ കൃത്യമായി അന്വേഷിക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും ഈ പറയുന്ന മുന്നേ നിൽക്കുന്നവരെ ഇപ്പൊ VD സതീശൻ പറഞ്ഞത് എൻ്റെ നെഞ്ചത്തോട്ട് കയറാതെ ഇത് കൃത്യമായിട്ടുള്ള തെളിവുകളിലേക്ക് പോകൂ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്രോതസ് അല്ലെങ്കിൽ അതിൻ്റെ ഉറവ എവിടെയാണെന്ന് കണ്ടെത്തി തന്നെ തെളിയിക്കട്ടെ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെ മാത്രമല്ല ആർക്കെതിരെയാണെന്നുള്ള ആരോപണങ്ങൾ അത് സത്യസന്ധമാണെങ്കിൽ പോലും ചിലരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാതിരിക്കുക, പ്രത്യേകിച്ച് ക്യാമറ കണ്ണുകൾ. ഏതായാലും നല്ലൊരു രാഷ്ട്രീയ ഭാവി അല്ലേ അയ്യപ്പ ആഗോള സംഗമത്തിലൂടെ നടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അയ്യപ്പൻ തന്നെ ഒരു പൊതുബോധം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കട്ടെ. നന്ദി സർ. അയ്യപ്പൻ അവിടുന്ന് എല്ലാവരും എങ്ങനെ വിടുമെന്ന് അറിയാം. നമസ്കാരം.